ഇപ്പൊ എനിക്ക് രണ്ട് വണ്ടി ഉള്ളതാ. ഞങ്ങള് ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെല്ലുമ്പോ വണ്ടിയുടെ നിലത്തുനിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കെനോപ്പി വരെയുള്ള അളവ് വണ്ടിയുടെ ഫുൾ ചുറ്റളവ് എല്ലാം എടുത്തതിന് ശേഷമാണ് വണ്ടി ടെസ്റ്റ് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് തരരുത്. ഇപ്പോഴും വണ്ടികളെ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ ഈ കമ്പനി ബോർഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ കയറ്റേണ്ടതെന്ന് കൂടി പറഞ്ഞു തരും അവര്. ഇതിനകത്ത് എന്താ കയറ്റേണ്ടതെന്ന് കൂടി പറ. പുക കരിയിലും കയറ്റാൻ പറ്റും ഇതിനകത്ത്. ഒരു വണ്ടി ഓടിക്കിട്ട് 5000 രൂപ 4000 രൂപ കിട്ടും. ഒരു വണ്ടി ഇതുവരെ 70,000 80,000 വെച്ച് കൊടുത്ത് മുടിഞ്ഞ് ഞങ്ങള്. നിലവില് 16 വീല് വണ്ടിക്ക് ഇത്ര യൂണിറ്റ് സാധനം പറഞ്ഞവര് ബില്ല് മൈനിങ്ങാര് കൊടുക്കണ പാസ് ഉണ്ട്. ആ പാസ് അവർ തരും. ഇവിടെ വരുമ്പോ വണ്ടി തൂക്കിയിട്ട് അത് പാസ് വാലിഡ് അല്ല, ഓവർലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയണ രീതിക്കാണ് കാര്യങ്ങൾ. ഒരു കുടുംബത്തിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1000 രൂപ ഒരു വീട്ടിൽ വേണം. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേർക്കുള്ള അരി സാധനം മേടിക്കുന്നത് ഞാൻ കണക്കൂട്ടി വയ്ക്കുക. പിന്നെ അതിന് പുറമെ ഫിനാൻസ് ഒരുപാട് വിഷയങ്ങളുണ്ടാവും അതിനകത്ത്. ഇതെല്ലാം കിട്ടില്ല നമുക്ക്. ഒരു ദിവസം നമുക്ക് ഒരു ട്രിപ്പ് നമുക്ക് ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ നമ്മൾ കുറെ ചിന്തിക്കാനുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും ന്യൂസ് ചാനൽ എല്ലാവരും ടിപ്പറുകാർക്ക് അല്ലെങ്കിൽ ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. കുടുംബമുള്ളവരാണ്. എനിക്കും പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മാണ്ട്, വാപ്പാണ്ട്. ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളാണ്. ഇവര് പട്ടിണിക്ക് ഇട്ടുകൊണ്ട് നമുക്ക് നടക്കില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇതിൽ പകുതി സാധനം കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ സാധനത്തിന് വില ഇരട്ടിയാവും. അതൊന്നാമത്തെ കേസ്. പിന്നെ ഞങ്ങൾ കമ്പനി തന്ന ബോഡിയിലാണ് ലോഡ് കയറ്റുന്നത്. ഞങ്ങൾ അതി കൂടുതൽ ലോഡ് കൂടുതലൊക്കെ ഒന്നും കയറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരോട് പറയാൻ പറ്റും? അവർ തന്ന ലോഡിൽ നമുക്ക് ലോഡ് കയറ്റുന്നത്. അവിടെ വേബ്രിഡ്ജിലോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇത് തൂക്കാനോ വേറെ സൗകര്യമൊന്നുമില്ല. ഇത് പിന്നെ പുറത്ത് പോയി തൂക്കിയിട്ട് പിന്നെ അങ്ങോട്ട് വണ്ടി വരും. ഇത് വണ്ടി കമ്പനി വിടണത് തന്നെ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് വണ്ടി വിട്ടേക്കണം. 10 യൂണിറ്റ് വണ്ടി എന്ന് പറഞ്ഞ് വിടണത്. പിന്നെ 4 യൂണിറ്റിന് ആരെങ്കിലും ലോഡ് കയറ്റുമോ? വണ്ടി വിട്ടേക്കണ അളവിലെ ലോഡ് കയറ്റണുള്ളൂ. അല്ലാണ്ട് ഈ റോട്ടിൽ കൂടെ പോണ പല വണ്ടികളും സർക്കാർ ഗതാഗതമായിട്ട് ഉള്ള KSRTC പോലും ഇതിൽ ആളെ കുത്തി നടത്തുന്നുണ്ട്. അതിനൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഞങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? ഞങ്ങള് രാവിലെ ഒരു 1.5 മണിക്കൂർ സ്കൂൾ ടൈം, വൈകുന്നേരം 1.5 മണിക്കൂർ സ്കൂൾ ടൈം. മടയിൽ പണിയാണെങ്കിൽ ഉച്ചക്ക് 2 മണി വരെ മടയിലും പണിയുള്ളൂ. ഞങ്ങൾ രാത്രി പോയി കിടന്നാണ് ലോഡ് കയറ്റിക്കൊണ്ട് പോയത്. ലോഡ് കയറ്റിക്കുമ്പോൾ അതിലും വലിയ അവസ്ഥയാണ് റോഡിൽ. കൊടുത്ത് തീർന്നു. ഇനി ഒന്നും കൊടുക്കാനില്ല. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഇപ്പൊ ഓവർലോഡിനാന്ന് പറഞ്ഞാൽ ടിപ്പറുകാരെ പിടിച്ചേക്കുന്നത്. ഇതിൽ എത്ര KSRTC പോകുന്നുണ്ട്? ഇതിൽ എത്ര പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട്? ഒരു ബസ്സിൽ സ്റ്റാൻഡിങ് കപ്പാസിറ്റി എത്രയാ? 11 പേര്. 12ാമത്തെ ആള് ഓവറാ ആണോ? ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ചോ? വിജിലൻസോ എംബേഴ്സ്മെന്റ് ആരെങ്കിലും പിടിച്ചോ? എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്ത് ഓവർലോഡ് എന്ന് പറഞ്ഞ് കയറ്റി GST ബില്ല് പാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് GST ബില്ലില്ല എന്ന് പറഞ്ഞാൽ 22,000 രൂപ എന്റെ വണ്ടിക്ക് അടച്ചു. പാസ് ഇല്ല എന്ന് പറഞ്ഞ് മൈനിങ്ങാർ 62,000 രൂപ അടച്ചു. ഏതെങ്കിലും ഒരു മടയിൽ പാസോ ബില്ലോ വരുന്നുണ്ടോ? ഒരു മട ചെന്നാൽ ലോഡിന് ചെന്ന് കഴിഞ്ഞാൽ പാസോ ബില്ലോ ഇല്ലെന്ന് പറഞ്ഞാൽ നീ നാളെ മുതൽ ലോഡ് കയറ്റാൻ വരണമെന്നാ പറയുന്നത്. സർക്കാരിന് ഖജനാവി പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കൊല്ലാക്കൊലയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ 1.5 കോടി രൂപ ഇന്ന് ഈ സമയത്ത് ഞങ്ങളുടെ സ്പോട്ടിൽ 10 വണ്ടി പിടിച്ചു. 1,32,000 രൂപ വെച്ച് 10 വണ്ടിക്ക് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. ഇനി അടുത്ത ആഴ്ച ഇതേമാതിരി എടുക്കുക. എന്തിനാ ഈ ടിപ്പറുകാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ മിനിഞ്ഞാന്ന് രാത്രി എന്റെ വീട്ടിൽ നിന്ന് പോന്നാ അറിയോ? ഞങ്ങൾ കുടുംബം നോക്കാൻ വേണ്ടി രാത്രി കിടന്ന് പാതിരാത്രി കിടന്ന് ടേൺ കിടന്ന് ഈ പോകുന്ന വണ്ടി ടേൺ ഓവറല്ലേ, എന്തുകൊണ്ട് പിടിക്കുന്നില്ല? ആ പോകുന്ന ബസ്സിൽ എത്ര പേര് സ്റ്റാൻഡിങ് നിൽക്കുന്നത്? ഒരു പറ്റം വിഭാഗം ആൾക്കാരെ മാത്രം കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഞങ്ങൾക്കും കുടുംബവും പിള്ളേരും എല്ലാം സംവിധാനം ഉള്ളവരാ. ഞങ്ങൾ ഈ ഭാരാപ്തം കൊണ്ട് അതിന് ഇറങ്ങിയേക്കണേ. ഇതിലെന്തോരം കള്ളക്കടത്ത് കൊണ്ടുവന്നുണ്ട് ഈ നാട്ടിൽ കൂടെ. ഇന്ന് വിജിലൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങളിത് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ച നാട് നന്നാവോ? ഈ നാട്ടിൽ നന്നാക്കാൻ നിൽക്കുവാണെങ്കിൽ എന്തെല്ലാം നന്നാക്കണം? ഇവര് ഡെയിലി ഇറങ്ങി പിടിക്കണമെന്നേ. ഓരോരുത്തരും ഡെയിലി ഇറങ്ങി പിടിക്കട്ടെ. ബസ്സുകാരെ പിടിക്കണം, KSRTC പിടിക്കണം, ഈ ടിപ്പറുകാരെ പിടിക്കണം. ഒരാളെ മാത്രം പിടിക്കില്ല. എല്ലാം പെർമിറ്റ് ആകട്ടെ. ഒരു സ്കൂൾ ബസ്സിൽ അംഗീകൃത പിള്ളേരെയാണോ കൊണ്ടുപോണേ? ഒരു കോളേജിന്റെ ബസ്സിൽ അംഗീകൃത പിള്ളേരെയാണോ കൊണ്ടുപോണേ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ വഴിക്കൂടെ ഒക്കെ ഓടുന്നു. ഈ റോഡുകൾ നല്ല രീതിയിലാണോ ഓടണേ? ഈ റോഡിൽ ഇത്രയും ടാക്സ് അടച്ച് ഓടുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും റോഡ് സുരക്ഷിതമായ റോഡുണ്ടോ? ഇല്ല. ഈ ഹൈവേ കൂടെ എത്ര മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ടാ ഞങ്ങൾ പാലിയേക്കൽ ടോള് പാസ് ചെയ്ത് പോരുന്നറിയോ? എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ച ഒരു ലോഡ് കയറ്റി കൊണ്ടു ഇമ്മാരി കൊല ചെയ്യുന്നത്. ഈ നേരം വരെ ഞങ്ങൾ ആരും ഒരു പച്ചവെള്ളം കുടിച്ചിട്ടില്ല അറിയോ? ഇത്രയും നേരം വിജിലൻസ് എന്ന് പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ ഇത്രയും നേരം ഇട്ടിട്ട് എന്തൊരു വിജിലൻസാ ഇത്?